അപ്പോൾ ഇതാണ് പുളിയാരലിൻ്റെ ഇല. പുളിയാരൽ എന്നാണ് ഇവിടെ പറയുക, ബാക്കിയുള്ളടത്ത് എന്താ പറയുക എന്നറിയില്ല. പിന്നെ നിങ്ങൾ ഈ ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ നമ്മുടെ പനിക്കൂർക്കയും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പനിക്കൂർക്ക അറിയാത്തവർക്ക് ഇതാണ് പനിക്കൂർക്കയുടെ ഇല. വയറിന് എല്ലാ അസുഖങ്ങളും മാറ്റുന്ന ഒരു ടിപ്സാണ് പറയാൻ പോകുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇതെന്തിൻ്റെ ഇരമ മുത്തളോ? പുളിയാരലില്ലേ? അപ്പോൾ ഇത് പുളിയാരലിൻ്റെ ഇലയും അതേപോലെ കറിവേപ്പിലയും. പുളിയാറിൻ്റെ ഇലയും കുറച്ച് കൂടുതലെടുത്തുന്നു, അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് കൂടുതലെടുത്തുന്നു. അപ്പോൾ ഇത് തുമ്പയാണ്. തുമ്പയുടെ ഇത് നേരെ ഇതിൽ തണ്ട് മാത്രം ഇടുക അതോ ഇലയും കൂടിയിട്ടോ? ഇതിൻ്റെ ഇല മാത്രം ഇങ്ങനെ പറിച്ച് ഇടുകയാണ് കേട്ടോ. ഇത് ഇല മാത്രം ഇങ്ങനെ പറിച്ചിട്ട് ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് അത് ചതയ്ക്കുക. ചതച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ നീര് അയമോദകം ജീരകം ഉണ്ട് ഇത്. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിക്കുകയാണ്. ഇതിങ്ങനെ ഇടുന്നതൊന്ന് ഒതുക്കി എടുക്കുകയാണ്. ഇനി അമ്മയിലിട്ടിട്ട് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളം. അപ്പോൾ അമ്മയിലിട്ട് അരച്ചാൽ നന്നായിട്ട് അറിയും. ഇതിങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മയിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. ഇതിലിട്ട് അരച്ചാൽ അറിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ അത് ഫുള്ളും നമ്മൾ അതേപോലെ ഇട്ടിട്ട് അതായത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, അതേപോലെ തന്നെ ചെറിയ ജീരകമുണ്ട്, അതേപോലെ തന്നെ ഇതാ അയമോദകമുണ്ട്. അപ്പോൾ അതിന് മഞ്ഞളാണ് ആദ്യം അരയ്ക്കണത്. ഒരു നാരങ്ങയുടെ അത്രയും പോകുന്ന ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അത് മാറ്റി മാറ്റി തുമ്പയുടെ ഇലയാണ്, അത് വേറെ അരച്ചിറക്കുകയാണ്. അത് അമ്മിയിലരയ്ക്കാൻ പറ്റില്ല അല്ലേ? അമ്മിയിലരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മിക്സിയിൽ തന്നെ അരച്ചിറക്കുകയാണ്.
അപ്പോൾ അതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ലേശം കൂടി അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ചണ്ടി ഒന്നുകൂടി എടുത്ത് അരയ്ക്കണുണ്ട്. അപ്പോൾ കുരുമുളകാണ്, അത് വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷേ ഞങ്ങൾ കുരുമുളക് എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു എത്ര വെളുത്തുള്ളി? അപ്പോൾ അതിലൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒക്കെ പാടെ അരയ്ക്കാനാണത്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുടലിൻ്റെ കേടിന്, അതായത് വയറ് കടിക്ക്, വയറിൻ്റെ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇതാണ് കഴിച്ചാൽ മതി. ഇതിപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് കഴിക്കുകയാണ്. ആൾസറിനും പറ്റുത്രേ, കുടൽപ്പുണ്ണിനും ഒക്കെ പറ്റുത്രേ. അപ്പോൾ ഇത് കഴിച്ച് നോക്കുക, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഗ്ലാസ് തന്നെ കഴിക്കണം അമ്മ. അല്ല, അര ഗ്ലാസ് കുടിച്ചാൽ വെറും വയറ്റിലല്ലേ? ഒരു ഗ്ലാസോ 2 ഗ്ലാസോ കുടിക്കുക വെറും വയറ്റില്. രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക. അപ്പോൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ഇത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടിപ്പാണിത്. എല്ലാം കൂടി ഇത് എങ്ങനെ ചെയ്ത് മോരിൽ അതെല്ലാം ചതച്ചതിന് ശേഷം നമ്മൾ മോരിൽ കാച്ചിയാണ് ഇത് ചെയ്തത്. വേവുന്ന വരെ ഇതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിക്കുക, മോര് തിളപ്പിക്കുക. കുറച്ച് വെള്ളം ചേർക്കണം അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അത്ര കേട്ടോ, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കുടലിലെ പുണ്ണും അൾസറൊക്കെ മാറും അല്ലേ? അൾസറിനെയാണ് കുടൽ പുണ്ണ്. അപ്പോൾ അത് മാറും. നല്ലൊരു ടിപ്പാണ്. എങ്ങനെ അരച്ച എല്ലാം കൂടെ മോരിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അത്ര തന്നെ ഉള്ളൂ. അത്ര അയ്യോ കലക്കി യോജിപ്പിച്ച് നല്ല തിളപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും കമൻ്റായിട്ട് ചോദിക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. സൂപ്പർ ടിപ്പാണ്. അപ്പോൾ അത് കുടിക്കുകയാണ്. ലേശം മരുന്നിൻ്റെ ഒക്കെ പാടെ ആയിട്ട് ചെറിയൊരു കയ്പ്പ് അങ്ങനെയൊന്നുമില്ല. സൂപ്പർ ടിപ്പാണ്.
അപ്പോൾ ഇതാണ് അതിലേക്കുള്ള ടിപ്സ്. മാറാത്ത കുടലപ്പുണ്ണിന് അങ്ങനെ തോന്നുന്നു. അച്ഛനെ എഴുതിയതാണ്. മോര്, തുമ്പ, പുളിയാരല്ലിച്ചെടി, കറിവേപ്പില, കന്നിക്കൂർക്ക, തുളസി, ജീരകം, അയമോദകം, വെളുത്തുള്ളി, ജീരകം, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ഉപ്പ് ഇല്ല. അപ്പോൾ ഉപ്പ് ഇതിലിട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് പത്യത്തിൽ ലേശമാണെങ്കിൽ ഉപ്പ് ഇടാം, വേണമെന്നുള്ളവർക്ക് മാത്രം. അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിലും സൂപ്പറാണിത്. അപ്പോൾ ഓക്കെ, ഇതൊന്ന് കഴിച്ച് നോക്ക് നിങ്ങൾ. വയറ്റിലെല്ലാ വിശപ്പില്ലായ്മയും കുടൽപ്പുണ്ണും വയറായിട്ടുള്ള വയറുവേദന എല്ലാം മാറും കേട്ടോ. അപ്പോൾ ഓക്കെ, നനന്നനെ അറിയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഉണ്ണി ഒരു ടാറ്റ കൊടുത്താ, ഒരു ടാറ്റ കൊടുത്താ. ചക്കര ടാറ്റ തരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നിൽക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. ഒന്നുകൂടി ടാറ്റ കൊടുത്താ ചക്കര, ഒന്നുകൂടി ടാറ്റ കൊടുത്താ. ഓക്കെ, ബൈ.